നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഖമേനിയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ദൃശ്യങ്ങളാണ് മൊജ്തബ ഖമേനിയുടെ ദൃശ്യങ്ങളാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പക്ഷേ അത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഖമേനിയുടെ നേരത്തെയുള്ള, അതായത് പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്. ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖമേനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കാനാണ് ഇറാൻ പഴയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള നിരൂപണങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, മൊജ്തബ ഖമേനി ജീവനോടെ ഉണ്ട് എന്നാണ്. മൊജ്തബ ഖമേനി ജീവനോടെ ഉണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുണ്ട്, കാലുകൾക്ക് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്, വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ട്രംപ് പുറത്തുവിടുകയാണ്. ശരീരത്തിൻ്റെ ഇടതുവശവും കൈയും കാലുമൊക്കെ പരിക്കേറ്റുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇറാൻ പ്രധാന കാര്യങ്ങളിൽ അന്തിമ അഭിപ്രായം തേടുന്നത് മൊജ്തബ ഖമേനിയുടേതാണ്, ജീവനോടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ട്രംപ്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ദ അറ്റ്ലാന്റിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 28 നടന്ന US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ അനുസ്മരണ ചടങ്ങിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആശയവിനിമയം, അതുപോലെ ഇറാന്റെ ആശയവിനിമയം, അന്തിമ ആശയവിനിമയം ഇവയുമായി ബന്ധപ്പെട്ടാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ട്രംപ് പറയുന്നത് ജീവനോടെ ഉണ്ട് എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, ഫെബ്രുവരി 28 ഈ യുദ്ധം ആരംഭിക്കുന്നത് മുതൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായ അയത്തുള്ള മുജ്തബ ഖമേനി എവിടെയാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നത്. ഇക്കാര്യങ്ങളിൽ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ട്രംപിൻ്റെ പ്രതികരണം വളരെ നിർണായകമാണ്. അതായത് അയത്തുള്ള മുജ്തബ ഖമേനി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് താൻ വിശ്വസിക്കുന്നില്ല. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൈ, കാലുകൾ അടക്കം ഇടതുവശത്തെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും തളർന്നു എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും ഇറാൻ എല്ലാ തീരുമാനങ്ങൾക്കും അദ്ദേഹത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇതാണ് ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 28 ഈ യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹത്തെ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഇതുവരെയും മുജ്തബ ഖമേനി പൊതുവേദിയിൽ എത്തുന്നില്ല. ചിത്രങ്ങളില്ല, ദൃശ്യങ്ങളില്ല, ശബ്ദ സന്ദേശങ്ങളില്ല. പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെതായി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ്. അത് എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന നിലയിൽ ഇറാൻ മാധ്യമങ്ങളാണ് അത് സംരക്ഷണം ചെയ്യുന്നതും. ആശയവിനിമയത്തിനായി അദ്ദേഹം ഒരു ഫോൺ പോലും ഉപയോഗിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു. അതായത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ദ അറ്റ്ലാന്റിക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സുരക്ഷാ കാരണങ്ങളാൽ 5-ൽ താഴെ പേരെ മാത്രമാണ് അദ്ദേഹം നേരിൽ കാണുന്നുള്ളൂ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ചെറിയ ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് അത് വീണ്ടും അഭ്യൂഹങ്ങൾ ശക്തമാക്കി. എന്തായാലും ഏറ്റവും ഒടുവിലായി മുജ്തബ ഖമേനിയുടേതായി വന്ന പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യവുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തീരുമാനമാണ്, അത് ചെയ്യുക തന്നെ ചെയ്യും, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. തൻ്റെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ വ്യക്തിപരമായ നിലനിൽപ്പിനെ ആശ്രയിച്ചല്ല അത്, ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന മുജ്തബയുടേതായി അവസാനമായി വന്ന പ്രതികരണം. ആ അഭ്യൂഹങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് പിന്നീടും വന്നത്. ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് 9 ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം പരമോന്നത നേതാവിനെ കണ്ടതായി മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയുണ്ടായി. 7 മണിക്കൂറോളം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. പക്ഷേ അപ്പോഴും പൊതുവേദിയിൽ മുജ്തബ പ്രത്യക്ഷപ്പെടുന്നില്ല, ദൃശ്യങ്ങളില്ല, മാത്രമല്ല ശബ്ദ സന്ദേശങ്ങളില്ല, എഴുതി തയ്യാറാക്കിയ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം. ഈ ഓഗസ്റ്റ് 9 കണ്ടു എന്ന് പെസഷ്കിയാൻ സ്ഥിരീകരിച്ച ശേഷം ഓഗസ്റ്റിൽ തന്നെ 2 തവണ ഇറാൻ്റെ 2 മാധ്യമങ്ങൾ മുജ്തബയുടേതായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടതും. അങ്ങനെ അഭ്യൂഹങ്ങൾ സജീവമായി നിലനിർത്തുന്നു ഇറാൻ. ഉത്തരം കിട്ടാത്ത ചോദ്യമായി മുജ്തബ എവിടെ എന്നത് അവശേഷിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് കൺസർവേറ്റീവ് റേഡിയോ ഹോസ്റ്റ് ഗ്ലെൻ ബെക്കിന് ട്രംപ് നൽകിയ ഈ ഉത്തരം നിർണായകമാകുന്നത്. അത് ട്രംപിന്റെ ഒരു വേർഷൻ അങ്ങനെയാണ് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.